കൃഷ്ണൻ കൃപേഷിന്റെ അച്ഛൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണൻ, ഒപ്പം തന്നെ അങ്ങയുടെ സുഹൃത്തു കൂടിയ സത്യനാരായണൻ, നിങ്ങളൊക്കെ തന്നെ നടത്തിയ നീതിയുടെ പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതാണ് ഇന്ന് കോടതിയിൽ കണ്ടത്. ഈ വിധിയിൽ അങ്ങ് പൂർണ്ണ തൃപ്തനാണോ? എത്രത്തോളം മനസ്സിനും നാടിനും സമകാലിക രാഷ്ട്രീയക്കാർക്കുമൊക്കെ തന്നെ പാഠമാകേണ്ടതാണ്, സ്മരിക്കേണ്ടതാണ് ഈ വിധി എന്നാണ് കൃഷ്ണന് തോന്നുന്നത്? എന്ന് വെച്ചാൽ 6 വർഷത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനത്തെ ഒരു തിരശ്ശീല വീരായിരുന്നു ഇന്നേത്തത്. അതിൽ ഇവർ 8 പ്രതികൾക്കങ്ങ് വധശിക്ഷ കിട്ടുമെന്നില്ല പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായത്. പക്ഷേ ഇപ്പോൾ കിട്ടിയത് 10 പ്രതികൾക്ക് ഇരട്ട ഇതാണ്, പിന്നെ ശിക്ഷയാണ്. പിന്നെ ഒരു 4 പ്രതികൾക്ക് കിട്ടിയത് 5 വർഷം തടവാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്, ബേജാറുണ്ട്. പക്ഷെ എന്നാലും ഈ വിധിയോട് കുറച്ചും കൂടി ഒരു മനസ്സ് സാവധാനമില്ലാതെ ഇവർക്ക് ശിക്ഷ വിധിച്ചത് 2 ഡബിൾ ശിക്ഷനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവർ ജീവിതകാലത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്നുള്ള ഒരു മനസ്സിലെ സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. ശ്രീകൃഷ്ണൻ, ഈ KV കുഞ്ഞിരാമനെ പോലെയുള്ള CPM-ന്റെ പ്രബലനായ നേതാവ്, മുൻ MLA ജയിലിലേക്ക് അഴിയെണ്ണാൻ പോവുകയാണ്, ജയിലിലേക്ക് പോവുകയാണ്. ആദ്യം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ദിവസം ജാമ്യത്തിൽ തുടരാൻ കോടതി അനുവദിച്ചപ്പോൾ അവരൊക്കെ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ 3 വർഷത്തിൽ കുറഞ്ഞുള്ള ഒരു ശിക്ഷയായിരിക്കാം ലഭ്യമാവുക, ജാമ്യം ലഭിച്ചേക്കാം എന്നൊക്കെ തന്നെയുള്ള ചർച്ചകളും പ്രതീക്ഷകളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു മുൻ MLA ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ ജയിലിലേക്ക് അയക്കാൻ, ഒരു പ്രബലനായ വ്യക്തിയെ ജയിലിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? MLA ജയിലിലേക്ക് അയക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവർ കിടക്കേണ്ട ഒരു പ്രതി തന്നെയാണ്. അവർക്ക് ജാമ്യം കിട്ടിയതിനെ കൊണ്ട് അവർ വിളിച്ച് ഇത് നമ്മൾ ഇന്നേ തന്നെ ഇവിടുന്ന് ജാമ്യം എടുത്ത് പോകാമെന്നാണ് ഈ MLA-യും 4 പ്രതികളും വിചാരിച്ചത്. പക്ഷേ ഇവർക്ക് 5 കൊല്ലം വിധിച്ചതിനെ കൊണ്ട് ഇന്ന് കണ്ണൂർ ജയിലിലേക്കാണ് പോകേണ്ടി വന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് കൂടിയാലോചനത്തെ ഈ 2 കുട്ടികളെ കൊല ചെയ്യാൻ എല്ലാ ഒത്താശയും ചെയ്ത് അവരെ ആയുധങ്ങൾ നശിപ്പിക്കാനും വസ്ത്രങ്ങൾ കത്തിക്കാനും എല്ലാറ്റിനും കൂട്ടുനിന്ന ഒരു പ്രതികളാണ് ഇവരൊക്കെ, ഈ 4 പ്രതികളും. പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ ഇപ്പോൾ 5 വർഷമെങ്കിലും ഒരു തക്കതായ ശിക്ഷ തന്നെയാണ് ഇത്ര കിട്ടിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് വളരെ തൃപ്തരാണ്. എന്നാൽ ഇവർക്കും കൂടി ഈ ശിക്ഷ ജീവബന്ധനം തടവ് ഒരിക്കൽ ശിക്ഷ കിട്ടണമായിരുന്നു എന്നാണ് നമ്മളെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് കിട്ടിയില്ല. അത് ഇന്ന് പാർട്ടിയുമായി ആലോചിച്ച് മുമ്പോട്ട് പോയി. അതുപോലെ തന്നെ 10 പ്രതികൾ ഇന്ന് പുറത്ത് കിടക്കുകയാണ്. ആ 10 പ്രതികൾക്കും കൂടി ഇവരെ പോലെ തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മളെ ബഹുമാനപ്പെട്ട പാർട്ടിയോടും നമ്മളെ ബഹുമാനപ്പെട്ട സോൾട്ടറോട് ആലോചിച്ച് നമ്മളെ സഹായിച്ച വക്കീൽമാരോടെല്ലാം ആലോചിച്ച് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും. അവരെയും കൂടി ഈ ശിക്ഷയിലേക്ക് കൊണ്ട് ഈ തടവിലേക്ക് എത്തിക്കാൻ ഞാൻ വേറുന്ന നടപടിയിലേക്ക് നമ്മൾ നീങ്ങാം. മടങ്ങിയെത്താം ഞാൻ. ശ്രീകൃഷ്ണൻ, സത്യനാരായണൻ ലാലിന്റെ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സത്യനാരായണൻ, കഴിഞ്ഞ 6 വർഷക്കാലം മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് താങ്കൾ നിയമ പോരാട്ടത്തിനായി പോയത് എന്ന് കേരളത്തിൽ പൊതുവെയുള്ള പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാൻ കഴിയും. കാരണം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പ്രതിബന്ധമായി വരുന്നത് ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ അണികളെ സംരക്ഷിക്കുക എന്നത് ഒരു പക്ഷേ ഒരർത്ഥത്തിൽ ന്യായീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ അഭയം തേടുന്ന, പ്രതീക്ഷാ നിർഭരമായി കാണുന്ന ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാന ഭരണകൂടം നിങ്ങൾക്കെതിരെ നിലകൊണ്ട് നിയമവഴിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. പിന്നീട് നിങ്ങൾ വിശ്വസിച്ച ഈ കേസിൽ പ്രതീക്ഷയോട് കണ്ട CK ശ്രീധരൻ എന്ന അഡ്വക്കേറ്റ് മറുകണ്ഠം ചാടി പ്രതികൾക്കൊപ്പം നിന്ന് നിയമപോരാട്ടത്തിൽ ആ കോടതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോഴൊക്കെ വല്ലാത്ത മുറിവേൽപ്പിച്ചതായി അങ്ങ് പറയുമായിരുന്നു. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ ആ വിധിയെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഈ 6 വർഷം ഈ വേദനയോടെ, ഈ സങ്കടം സഹിക്കവയ്യാതെ അതിനൊരു പ്രതിവിധിയായി പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി. അത് CPM എന്ന പാർട്ടിയല്ല, ക്രിമിനൽ സംഘത്തിന് ഏറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടി, പ്രത്യേകിച്ചും പിണറായിക്ക് തന്നെ ഏറ്റ ഒരു തിരിച്ചടിയാണ്. കാരണം അദ്ദേഹമാണല്ലോ ഒരു സർക്കാരിനെ നയിക്കുന്നത്. അദ്ദേഹം
ഈ സർക്കാരിനെ നയിക്കുന്നത് നമ്മൾക്കൊക്കെ അതുപോലെ അവകാശങ്ങളും ജീവിക്കാനുള്ള അവകാശങ്ങളും സംരക്ഷണവും തരേണ്ട ഒരു സർക്കാർ, അതായത് കൊല്ലുന്നവരെ സംരക്ഷിക്കുക, അതായത് കൊല്ലാൻ ആളെ വിടുക, അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളത് വ്യക്തമായിട്ടും ഈ വിധിയോടുകൂടി തന്നെ ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇല്ല, ഇവർ പാർട്ടിക്ക് പങ്കില്ല എന്ന് എപ്പോഴും നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സന്ദേശം ഈ പാർട്ടിക്കാർക്ക് ഇനി ഈ കൊല്ലാൻ വിടുമ്പോൾ ഇത് ഏറ്റെടുക്കാതിരിക്കാൻ, ഇനി ഈ കേരളത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഈ കൊലയാളികളെ ഈ തടങ്കലിൽ ഒരു കാലത്തും പുറത്തു വരാത്ത വിധത്തിലുള്ള ഒരു തടങ്കലിലേക്ക് ഇവരെ പറഞ്ഞു വിടണമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസവും നമുക്കുണ്ടായിരുന്നു. അത് ഇവർ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഈ നാട്ടിലുള്ള ഏത് ചെറുപ്പക്കാർക്കായാലും പിന്നെ ജീവിക്കാൻ പറ്റില്ല, പിന്നെ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, മറ്റ് മേഖലകളിലൊന്നും സൗരജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ് CPM-ൻ്റെ DYFI എന്നൊരു സംഘടന. അതിൽപ്പെട്ട് ഇവർ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നത് തന്നെ ഇവരുടെ സംരക്ഷണത്തിൻ്റെ ഉറപ്പ് എന്ന് വെച്ചാൽ ഇവർ ഘട്ടം ഘട്ടമായി മോൾ തരുന്നുള്ള നിർദ്ദേശപ്രകാരം ഇതേപോലെ കുഞ്ഞിരാമൻ ഇതുപോലുള്ള ഏരിയ ജില്ലാ കമ്മിറ്റിയുടെ മുഖേന താഴെത്തട്ടിലുള്ള ബ്രാഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവരൊക്കെ കൂട്ടായി നിന്ന് എല്ലാ പദ്ധതികളും തയ്യാറാക്കി ഇവിടെ നിന്നും എന്ത് കാര്യങ്ങൾ നടത്തുന്നു അതിന് വേണ്ടുന്ന സംരക്ഷണം എവിടെയൊക്കെയോ, ഇപ്പോൾ വെളുത്തോളിയിൽ വെച്ച് ഇപ്പോൾ KV കുഞ്ഞിരാമൻ വെളുത്തോളി എന്നൊരു വീട്ടിലാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഉദുമയിലാണ് താമസം. ആ മുൻ MLA 10 വർഷം നാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് നിന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ജനസേവനമാണത്. അതായത് പ്രതികളെ കൊണ്ടുപോകുക, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്ര മുൻകൂട്ടിയുള്ള ധാരണയില്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി അവിടെ വെളുത്തോളിയിലെത്തി ഇവരെ രക്ഷിക്കാൻ പിന്നെ വണ്ടി നിറക്കി കൊണ്ടുപോകാൻ ഉള്ള ഒരു ധൈര്യം ഇയാൾക്കുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം ഒത്താശയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ അതിലൊന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഈ കേസിൻ്റെ ആദ്യം തൊട്ട് നമ്മൾ CK ശ്രീധരൻ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ വക്കീൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ നേതാവായിട്ട് ഇവിടെ വാടുന്ന സമയത്ത് നമുക്ക് തണലുമായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. അത് സത്യത്തിൽ അത് പ്രഹസനം മാത്രം ആണ് എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. കാരണം നമ്മൾക്കിപ്പോൾ CK ശ്രീധരനോ ഈ പീതാംബരനോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനോ എല്ലാം 3 പേരും ഒരുപോലെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ പ്രതികളെ രക്ഷിക്കാനും കൊല്ലാൻ പറഞ്ഞയക്കുന്ന ആൾക്ക് രക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അതൊരു പാർട്ടി ചെയ്താൽ നമുക്ക് കുറച്ചങ്ങ് സഹിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര കണ്ട് നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത്. അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും ഒരു വ്യക്തി എന്നുള്ളവർക്ക്? നമ്മുടെ പ്രസ്ഥാനം കൂടെ ഉണ്ട്. കോൺഗ്രസും UDF എന്നുള്ള പ്രസ്ഥാനവും വലിയൊരു ജനസമൂഹം, ഇതിൽ വേദനിച്ച ജനസമൂഹം നമ്മൾ പിന്നിൽ അണിനിരത്തുന്നു. അടിയുറച്ചൊരു വിശ്വാസം നമുക്കതിലുണ്ടായി. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാണുന്ന ചാനലിലിരിക്കുന്ന ആസഫ് അലി സാർ, വലിയ നിയമജ്ഞനും വലിയ നിയമപണ്ഡിതനും ആയ ആസഫ് അലി സാർ ഈ കേസിൻ്റെ തുടക്കം മുതൽ അന്നത് ഈ CK ശ്രീധരൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഫ് അലി സാറിൻ്റെ ആ പ്രവർത്തനം, അതുപോലെ തന്നെ CK ശ്രീധരൻ മറുകണ്ഠം ചാടി മറുഭാഗത്തു നിന്നുള്ള പ്രവർത്തനവും വിലയിരുത്തിയാൽ മനസ്സിലാവും ഏതാണ് മനുഷ്യൻ, ഏതാണ് മൃഗം. അപ്പോൾ ഒരു മനുഷ്യത്വം എന്നുള്ളൊരു ഒരുപാട് പേർക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു ദിവസമാണ്.